വീണ വിജയനെതിരായ ആരോപണത്തിൽ SFIO സംഘം പരിശോധന തുടങ്ങി. കളമശ്ശേരിയിലെ CMRL-ലെത്തിയാണ് SFIOയുടെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ പരിശോധന. ബിനിലാണ് വിവരങ്ങളുമായുള്ളത്. ബിനിൽ, ഈ SFIO അന്വേഷണം കഴിഞ്ഞ കുറച്ച് ദിവസം മുൻപ് തീരുമാനമായതാണ്. ഈ എക്സാലോജിക് കമ്പനിയുമായി CMRL നടത്തിയിട്ടുള്ള ഇടപാടുകൾ മാത്രമാണോ SFIO പരിശോധിക്കുന്നത്, അതോ CMRL കമ്പനി കഴിഞ്ഞ കുറേ വർഷങ്ങളായി ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയിൽ കണ്ടെത്തിയതുപോലെ വിവിധ തരത്തിലുള്ള പേയ്മെന്റുകൾ പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കൾ അടക്കമുള്ള ആളുകൾക്ക് നടത്തിയിട്ടുണ്ട്, ഈ പേയ്മെന്റുകൾ എല്ലാം പരിശോധിക്കുന്നുണ്ടോ? അഭിലാഷ്, ഇപ്പോൾ SFIO അന്വേഷണത്തിന്റെ പരിധിയിലുള്ളത് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇടപാടുകളാണ്. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക്കും കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽസ് ലിമിറ്റഡുമായി നടത്തിയിട്ടുള്ള ഇടപാടുകൾ. ആ ഇടപാടുകൾ പലതും ദുരൂഹമാണ് എന്നതാണ് നേരത്തെ ഇൻകം ടാക്സിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ആ റിപ്പോർട്ടിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ ഏറ്റവും ഉയർന്ന അന്വേഷണ വിഭാഗമായ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഈ അന്വേഷണം ഏറ്റെടുക്കുകയും അതിന്റെ ഭാഗമായിട്ടുള്ള പരിശോധനകൾ ഇപ്പോൾ ആലുവയിലെ CMRL-ന്റെ കേന്ദ്ര ഓഫീസിൽ, അതായത് അവരുടെ രജിസ്ട്രേഡ് ഓഫീസിൽ നടക്കുന്നത്. SFIO അന്വേഷണത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഒരു സംഘമാണ്, ഈ SFIO ടീമിലുള്ള ഒരു സംഘമാണ് ഇപ്പോൾ പരിശോധനയ്ക്കായി ഇപ്പോൾ CMRL ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നത്. ഇവർ ഇവിടുത്തെ രേഖകളൊക്കെ തന്നെ പരിശോധിക്കുകയാണ്. അതായത് എക്സാലോജിക്കുമായി CMRL നടത്തിയിട്ടുള്ള ഇടപാടുകൾ, ആ ഇടപാടുകൾ ഒരു സേവനത്തിനുള്ള പണമിടപാടല്ല നടന്നിരിക്കുന്നത്, അതിന് പിന്നിൽ അധികാര ദുർവിനിയോഗം അടക്കം നടന്നിട്ടുണ്ട് എന്ന സൂചനകളാണ് നേരത്തെ ഇൻകം ടാക്സിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് അവരുടെ റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് കൃത്യമായ ഒരു സേവനത്തിനല്ല എക്സാലോജിക്കിന് CMRL പണം നൽകിയിരിക്കുന്നത് എന്ന കണ്ടെത്തലാണ് ഉണ്ടായിരിക്കുന്നത്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ SFIOയുടെ അന്വേഷണം നടക്കുന്നത്. അതായത് ഒരു ഷെൽ കമ്പനി രൂപീകരിച്ച ഷെൽ കമ്പനി വഴി കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ തുടങ്ങി വളരെ ഗുരുതരമായ വിഷയങ്ങളാണ് SFIOയുടെ അന്വേഷണ പരിധിയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കേസിന് വലിയ രാഷ്ട്രീയ മാനങ്ങളുണ്ട്. SFIO അന്വേഷണം അത് ഏതൊക്കെ നിലയിലേക്ക് മുന്നോട്ട് പോകുമെന്നത് എനിക്ക് നമുക്ക് അടുത്ത ദിവസങ്ങളിലേക്ക് അതിൽ കൂടുതൽ വ്യക്തതകൾ വരും. കാരണം 8 മാസത്തെ അന്വേഷണ പരിധിയാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി പ്രത്യേക സംഘത്തെ തന്നെ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം നിയോഗിക്കുകയും ചെയ്തിട്ടുള്ള ആ സംഘമാണ് ഇപ്പോൾ CMRL ഓഫീസിൽ പരിശോധന നടത്തുന്നത്. CMRL-ന്റെ ഓഫീസിനുള്ളിലാണ് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെയുള്ളത്. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ആ ഇടപാടുകൾ അതിന്റെ സാധിക്കുന്ന കാര്യം SFIOയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ കൂടിയായ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ റെയ്ഡ് പുരോഗമിക്കുന്നത് എന്ന വിവരം തന്നെ വഴിതെളിച്ചത്. ആ ഇൻകം ടാക്സ് റെയ്ഡിൽ വളരെ ഗുരുതരമായ നികുതി വെട്ടിപ്പടക്കമാണ് പുറത്തു വന്നിരുന്നത്. ആ നികുതി വെട്ടിപ്പിന്റെ ഭാഗമായിട്ടുള്ള ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന് മുമ്പിൽ ഈ കമ്പനിയുടെ ഉദ്യോഗസ്ഥർ തന്നെ നൽകിയിരിക്കുന്ന മൊഴികളിൽ നിന്നാണ് എക്സാലോജിക്കിന്, അതായത് വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിന് കൃത്യമായ സേവനങ്ങൾ ഒന്നും നൽകാതെയുള്ള പണമിടപാടുകൾ. ഇന്നത്തെ ഈ പരിശോധനയിൽ എന്തൊക്കെയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ലക്ഷ്യമിടുന്നത്? 2019 തന്നെ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തി രേഖകൾ പിടിച്ചെടുത്തിരുന്നു. ഇതിന്റെ വിവിധ ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകളിൽ നിന്ന് പിടിച്ചെടുത്ത രേഖ അനുസരിച്ച് സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. SFIO പരിശോധിക്കുന്നത് എന്തൊക്കെയാണ്? നേരത്തെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് മണി ലോണ്ടറിങ്, അതുപോലെ തന്നെ റിലേറ്റഡ് പാർട്ടി പേയ്മെന്റ് തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിന് സാധുത നൽകുന്ന വിധത്തിലുള്ള കൂടുതൽ തെളിവുകൾ അവരുടെ കോർപ്പറേറ്റ് ഓഫീസിൽ നിന്ന് കണ്ടെടുക്കാനുണ്ടോ? അഭിലാഷ്, സൂചിപ്പിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നേരത്തെ ഇൻകം ടാക്സ് റെയ്ഡിൽ തന്നെ ഈ രേഖകളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നതാണ്. അതോടൊപ്പം തന്നെ ഇവരുടെ ഡയറി, ആ ഡയറിയിലാണ് ഈ സാമ്പത്തിക ഇടപാടുകളുടെ, രാഷ്ട്രീയക്കാരുടെ സാമ്പത്തിക ഇടപാടുകളുടെ അടക്കം വിവരങ്ങളുള്ളത്. പക്ഷേ ഇത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഒരു പുതിയ അന്വേഷണമാണ് നടത്തുന്നത്. ആ അന്വേഷണത്തിന്റെ ഭാഗമായി കൂടുതൽ രേഖകൾ അവർക്ക് കണ്ടെടുക്കുകയും അതിൽ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ പരിശോധനയുടെ ഭാഗമായി കിട്ടുന്ന രേഖകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികളും SFIOയുടെ ഭാഗത്തു നിന്നുണ്ടാകും. എക്സാലോജിക് കമ്പനി പ്രവർത്തനം അവസാനിപ്പിച്ചിട്ടുണ്ട്. ആ പ്രവർത്തനം അവസാനിപ്പിച്ചതടക്കം ദുരൂഹമാണ് എന്ന പ്രാഥമിക വിലയിരുത്തലാണ് നേരത്തെ കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടിലടക്കമുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ SFIOയുടെ പരിശോധന അത് ഏറ്റവും നിർണായകമാണ്. CMRL ഓഫീസിൽ നടത്തുന്ന പരിശോധനയ്ക്ക് തുടർച്ചയായിട്ട് കൂടുതൽ സ്ഥലങ്ങളിലും SFIOയുടെ ഉദ്യോഗസ്ഥരുടെ പരിശോധനകൾ ഉണ്ടാകും. ഇതൊരു പ്രത്യേക ടീമിനെ തന്നെ രൂപീകരിച്ചിരിക്കുകയാണ് ഈ അന്വേഷണത്തിന് വേണ്ടി. തീർച്ചയായും ശരി ബിനിൽ. എന്തായാലും കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കൊച്ചിയിലെ CMRL-ന്റെ കോർപ്പറേറ്റ് ഓഫീസിൽ പരിശോധന നടത്തുകയാണ്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിക്ക് ഈ CMRL കമ്പനി നടത്തിയിട്ടുള്ള പേയ്മെന്റുകളെ സംബന്ധിച്ചിട്ടുള്ള ആക്ഷേപങ്ങളാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കുന്നത്. എന്തായാലും